അപ്പോൾ ഇന്നലെ ഞാൻ അരി ഉഴുന്നൊക്കെ അരക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഒക്കെ രാവിലെ വെള്ളത്തിലിടാൻ മറന്നുപോയി. ഒന്നാമത് മഴ പെയ്യണു, ഇടയ്ക്ക് ഭയങ്കര കാറ്റും മഴയായിരിക്കും, പിന്നെ നല്ല വെയിൽ കാണും. അങ്ങനെ വെച്ചപ്പോൾ എനിക്കൊരു മൂടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ മറന്നുപോയി, അതാണ് സംഭവം. അപ്പോൾ രാവിലെയാണ് ഞാൻ ഓർത്തത്, അയ്യോ ഇന്നലെ അരച്ചില്ലല്ലോ, അരയ്ക്കാൻ നിന്നിട്ടില്ല, ഇപ്പോൾ രാവിലെ എന്തുണ്ടാക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാനോട് എന്നും മിനിഞ്ഞാന്ന് ഉപ്പുമാവായിരുന്നു. പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടായില്ല. എന്നാൽ ശരി പോട്ടെ, ഞാൻ വേഗം തന്നെ ഒരു കപ്പ് പച്ചരിയും ഒരു 1/4 കപ്പ് തുമരപ്പരിപ്പും കുറച്ച് 1-2 സ്പൂൺ, ഒരു 2 സ്പൂണോളം കേട്ടോ, ഉഴുന്നും കൂടി വേഗം കുതിർക്കാൻ വെച്ചു. അപ്പോൾ എന്താണെന്ന് അറിയാലോ അല്ലേ. അപ്പോൾ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പുളിക്കാനൊന്നും ഫെർമെൻറ്റേഷനൊന്നും സമയമില്ലല്ലോ, അപ്പോൾ തന്നെ ഉണ്ടാക്കുകയല്ലേ. അപ്പോൾ അതെങ്ങനെയൊക്കെ ഞാൻ ചെയ്തു എന്നുള്ളത് ഒന്ന് എൻ്റെ വീഡിയോയിലൂടെ നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും. അപ്പോൾ രാവിലെ എണീറ്റ ഉടനെ ആദ്യം തന്നെ ഒരു ഗ്ലാസ് പച്ചരിയും പിന്നെ ഒരു 1/4 ഗ്ലാസ് തുമരപ്പരിപ്പും 2 സ്പൂൺ ഉഴുന്നും കൂടി നന്നായിട്ട് കഴുകിയിട്ട് കുതിർക്കാൻ വെച്ചു കേട്ടോ. പിന്നെ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് അരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ കൂട്ടത്തിൽ 2 തക്കാളിയും കൂടി ചേർത്തു, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് തരിപ്പായിട്ട് അരച്ചെടുത്തു. അധികം വെള്ളമൊന്നും ചേർക്കാതെ കുറച്ച് കട്ടിയായിട്ടാട്ടോ അരച്ചെടുത്തത്. ഇനി ഒരു അപ്പച്ചട്ടിയിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് കടുക് വറുത്തു, പിന്നെ കുറച്ച് നാളികേരക്കൊത്തില്ലേ, തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതും കൂടി വറുത്തു. പിന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, 2 സവാള ചെറുതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുത്തു. അപ്പോൾ ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ഒരു 1/2 സ്പൂണോളം കായവും പിന്നെ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടു. പിന്നെ ആ വറുത്ത് വെച്ചിരുന്നതും കൂടി ചേർത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ വെള്ളം കുറച്ച് കുറവാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക കേട്ടോ. എന്നാൽ അധികം വെള്ളം ഒഴിക്കരുത്, കുറച്ച് കട്ടിയായിട്ട് തന്നെ മാവിരിക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇനി അതേ ചട്ടിയിൽ തന്നെ ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് ആദ്യം ഒരു തവി മാവ് ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. കാരണം ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നാലും നടുഭാഗം വേകാൻ കുറച്ച് പാടാണ്. അത് കാരണം മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് നേരം 2 വശത്തും നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഓരോ അപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം എന്ന് പറയാം, അല്ലെങ്കിൽ ബൺ ദോശ എന്ന് പറയാം അല്ലേ, ഊത്തപ്പം പോലെ തന്നെ. അങ്ങനെ പിന്നെ ഞാൻ 2-3 തവി വെച്ച് മാവ് ഒഴിച്ച് വേഗം ഉണ്ടാക്കിയെടുത്തു കേട്ടോ. അപ്പോൾ ഒരു 5-6 എണ്ണം ആകുമ്പോഴത്തേക്കും എൻ്റെ ജോലി തീരുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ 2-3 പ്രാവശ്യം നമ്മൾ തിരിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. പരിപ്പായതുകൊണ്ട് നന്നായിട്ട് വെന്ത് വരണം, അതല്ലെങ്കിൽ നമ്മുടെ വയറിന് ദൂഷ്യം ചെയ്യും. പിന്നെ ഇതിന് ചട്നി എന്ന് പറയാൻ വേണമെങ്കിൽ തേങ്ങാ ചട്നിയൊക്കെ വെച്ച് അരയ്ക്കാം കേട്ടോ. ഞാൻ ഒന്നും ചെയ്തില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് ഇത് തന്നെ നല്ല എരിവുണ്ടല്ലോ, ചില്ലി ഫ്ലേക്സിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ എരിവുണ്ടല്ലോ, അപ്പോൾ അത് കാരണം ഞാൻ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയില്ല. അങ്ങനെ എൻ്റെ ബൺ ദോശ റെഡിയായി കഴിഞ്ഞു, അല്ലെങ്കിൽ ഊത്തപ്പം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ കേട്ടോ.